റാപ്സഡി ഓഫ് റിയാലിറ്റീസ് മാർച്ച് 25, 2025. നാം ആത്മാവിൽ ദൈവവചനമാകുന്ന നിക്ഷേപം സ്വരൂപിക്കുന്നുവോ എന്ന് ദൈവം ഉറ്റുനോക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ സംതൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ വീടുകൾ, കാറുകൾ, പണം തുടങ്ങിയ ഭൗതിക സ്വത്തുക്കൾ നിങ്ങൾക്ക് നൽകുക എന്നതല്ല ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ദൈവം നോക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ വേരൂന്നിയിട്ടുള്ള തൻ്റെ വചനത്തിലാണ്. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ്റെ വചനത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഈ ഗ്രാഹ്യം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും പ്രാർത്ഥനകളുടെ ഉള്ളടക്കത്തെയും രൂപാന്തരപ്പെടുത്തുന്നു. ആവശ്യങ്ങൾ ചോദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം പ്രാർത്ഥനാ സമയങ്ങൾ ദൈവവുമായുള്ള കൂട്ടായ്മയുടെ നിമിഷങ്ങളായി മാറുന്നു. കാരണം ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ ഭൗതിക ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം നമ്മെ ഭരിക്കുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ച രീതിയാണ് നാം അനുകരിക്കേണ്ടത്. യേശുവിന് ഇല്ലായ്മകളില്ല. ഇല്ലായ്മയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അലട്ടുന്നില്ല. കർത്താവുമായുള്ള നിങ്ങളുടെ ഏകീകരണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വരുന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ എത്ര മഹത്തായ ഒരു ജീവിതമാർഗമാണത്. വചനം പറയുന്നു, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. ഒരു ദൈവികമായ പങ്കാളിത്തത്തിലേക്ക്, യേശു ക്രിസ്തുവുമായുള്ള ഒരു കുടുംബ ബന്ധത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനായി ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറവുണ്ടാകുമോ? ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദൈവം തൻ്റെ വചനത്തിലൂടെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വചനം നാം അറിയുക എന്നതാണ്, അതുവഴി നാം അവൻ്റെ പരിജ്ഞാനത്തിൽ ആയിരിക്കുക എന്നതാണ് ഇതിലേക്കുള്ള ഏകമാർഗം. യേശു പറഞ്ഞു, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യം. വീണ്ടും പൗലോസ് പറയുന്നു, ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. അതെ, ഈ നിക്ഷേപം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൈവവചനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും സകലവും ഉൽപ്പാദിപ്പിക്കാനും സൃഷ്ടിപ്പാനും ശക്തിയുള്ള ദൈവവചനം. ഇവിടെ നിന്നാണ് വീട്, കാർ, ജീവിത പങ്കാളി, കുട്ടികൾ, മറ്റെല്ലാ അനുഗ്രഹങ്ങളും വരുന്നത്. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവവചനത്തിൽ നിന്ന്. നിങ്ങൾ ഹൃദയങ്ങളിൽ വചനം നിറഞ്ഞവരായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ആരോഗ്യം, വിജയം, സമൃദ്ധി, നേട്ടം എന്നിവയ്ക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ വഹിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യവുമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനാൽ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുക, അത് ഏറ്റുപറയുക. അത് നിങ്ങളുടെ ചിന്തയെ രൂപപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, പ്രഖ്യാപിക്കാം. പ്രിയ പിതാവേ, എന്നിൽ സമൃദ്ധമായി വസിക്കുന്ന അങ്ങയുടെ വചനമാകുന്ന വൻ നിധിക്കായി നന്ദി. എനിക്ക് ആവശ്യമായ സർവ്വ നന്മകളും പ്രവഹിക്കുന്നത് എൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ നിധിയിൽ നിന്നത്രേ. യേശു ക്രിസ്തുവുമായി എനിക്കുള്ള കൂട്ടായ്മയും ഏകീകരണവും മുഖാന്തരം എനിക്ക് ലഭ്യമായിരിക്കുന്ന ഈ സമൃദ്ധിയെക്കുറിച്ച് അനുനിമിഷം ബോധവാനായി ഞാൻ നടക്കുകയും കുറവുകൾക്കതീതമായി ജീവിക്കുകയും ചെയ്യുന്നു. ആമേൻ. തുടർ പഠനത്തിന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം, യോശുവ 1-ാം അധ്യായം 8-ാം വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം.